രാഹുലിനെതിരായ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്ന് നടി റിനി ആൻഡ് ജോർജ്. അഭിമുഖത്തിൽ യാദൃച്ഛികമായിട്ടാണ് താൻ കാര്യങ്ങൾ പറഞ്ഞത്. രാഹുലിന്റെ രാജിയിൽ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടി. ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി അവർ പ്രതികരണവും നടത്തി. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സൂചിപ്പിച്ചത്? റിനി നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റിന് പിന്നാലെയാണ് മാധ്യമങ്ങൾ ഇതിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ തന്നെ അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള തൻ പിതാവിനെ പോലെ കാണുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള വി ഡി സതീശനെതിരെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമണം നടക്കുന്നത് കണ്ടപ്പോഴാണ് ഈ ഒരു പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിന് മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ്. തന്നെ മാത്രം ഉത്തരവാദിത്തത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല എന്ന കാര്യവും റിനി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തതിനെ കുറിച്ച് താനിപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ നടപടി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും റിനി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് സമൂഹ മാധ്യമ പോസ്റ്റിൽ പ്രധാനമായും പറഞ്ഞത് ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാത്ത മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട്. ഇയാളെ തനിക്കും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റിനി ആ പോസ്റ്റ് തുടങ്ങിയത്. സാമൂഹ്യ ജീവി എന്ന നിലയിൽ പൊതുയിടങ്ങളിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാനാണ് താൻ ശ്രമിച്ചത്. അല്ലാതെ അതിലൊരു ഗൂഢാലോചനയും ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഈ പോസ്റ്റിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ കുറിപ്പിലുടനീളം തന്നെ പറയുന്നുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ്. എന്നാൽ പിന്നിൽ പതിവ് ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവരാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ അത് യാഥാർത്ഥ്യബോധമുള്ളതല്ല എന്ന കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ചില സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശനെ ആക്രമിക്കുന്നത് തുറന്നപ്പോഴാണ് കുറിപ്പിട്ടത്. മാത്രമല്ല, തന്റെ മനസ്സിനുള്ളിൽ എരിഞ്ഞ ഒരു നെരിപ്പോടിന് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന കാര്യം നേരത്തെ കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും റിനി വ്യക്തമാക്കിയത്. ശരി ജിജീഷ്. നടി റിനി ആൻഡ് ജോർജ് അല്പസമയം മുൻപാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയത്. തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ല എന്ന് ആവർത്തിക്കുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ പ്രതികരിക്കാനില്ല എന്നും പാർട്ടി നടപടിയെടുത്തതിൽ അവർക്ക് അഭിപ്രായമില്ല എന്നുമാണ് പ്രതികരിച്ചത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.